നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 24-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 8-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. ബുധൻ എന്ന് പറയുമ്പോൾ പൊതുവേ പ്രവൃത്തികാരകനാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് തരുന്ന ദിവസമാണ്. അതുപോലെ നക്ഷത്രവും സപ്പോർട്ടീവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് കാര്യങ്ങൾക്ക് വേണോ ഇറങ്ങണം. കാരണം നമുക്കതിന് സപ്പോർട്ടുണ്ടാവും. ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യും. പോസിറ്റീവ് എനർജി കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ നല്ല റോട്ടിലാണെന്ന് അറിയുക. ഓടുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. അതുപോലെ കന്നിമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഉദ്യോഗമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉദ്യോഗം കിട്ടും. അതായത് വരുമാനത്തെ തരും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. ഇല്ല, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. നിങ്ങൾ അതിലേക്ക് ഇറങ്ങണം. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ പഠനം, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നവർക്ക് വിദ്യ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതിനൊക്കെ കൊള്ളാവുന്ന ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ്. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും ഒക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അപ്പോൾ യാത്ര രാഹുകാലം നോക്കി ഇറങ്ങണം. അപ്പോൾ കലണ്ടറിൽ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്നത്തെ കോമൺ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഓരോ ദിവസത്തെ സൂര്യോദയത്തിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 12 മണിക്ക് നമുക്ക് രാഹുകാലം തുടങ്ങൂല. രാഹുകാല സമയം വരുന്നത് 12:16 തൊട്ട് 1:46 വരെ രാഹുകാല സമയമാണ്. ഈ സമയം നമുക്ക് യാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 10:47 തൊട്ട് 12:16 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:47 തൊട്ട് 9:17 വരെയും. ഈ സമയം പ്രപഞ്ചത്തിൽ നെഗറ്റീവ്, അതായത് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. യമകണ്ഠൻ്റെയും ഗുളികൻ്റെയും എതിരെ പോകാതിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആ സമയം ഒതുങ്ങി നിൽക്കുക. അവരങ്ങ് പോയതിന് ശേഷം നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് പോകുക. ഒരിക്കലും പ്രപഞ്ചത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് ശക്തികളുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ഇപ്പോൾ പോസിറ്റീവായിട്ട് വരുന്ന സമയമാണ് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം. എന്ത് ദോഷത്തെയും മാറ്റി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മുഹൂർത്ത സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:52 തൊട്ട് 12:40 വരെയാണ്. 48 മിനിറ്റ് നേരം. ഈ സമയം നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് വലയം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെയും സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണം ശ്രദ്ധിക്കുക. പച്ച വസ്ത്രമോ അല്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ബുധൻ്റെ അനുഗ്രഹത്താൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.